കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്നെനിക്ക് പറ്റുന്നതൊക്കെ ഇതേക്കാം. നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. പിന്നെ അത് എൻ്റെ കുടുംബത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട് കേട്ടോ. നടക്കുമോയെന്ന് അറിയത്തില്ല, മഴയൊക്കെ ആയിട്ട്. ഞാനും മോള് മാത്രമേ പോകുന്നുള്ളൂ. മോനെ സ്കൂളിലാക്കണം. ഞാൻ കൊടുത്തു വിടുന്നത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പം വേറെ ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് നേരെ പോകാം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം കേട്ടോ. അപ്പം രാവിലത്തെ പണികളിലേക്ക് പോവാം. ഓക്കെ, രാവിലെ മുട്ട വെച്ചിട്ട് ഒരു എന്താ പറഞ്ഞ ഒരു സാധനം, ഒരു തോരൻ പോലെ വെക്കാന്ന് വിചാരിക്കുന്നത്. അത് മോന് ഭയങ്കര ഇഷ്ടമാണ്. അത് അടുക്കിട്ട് കുഞ്ഞിന് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ദോശയുടെ മാവ് എൻ്റെ ഏക ആശ്രയമാണത്. 2 ദിവസത്തേക്കാണ്, കഴിഞ്ഞ ദിവസം എടുക്കും. അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോഴത്തേന് ദോശമാവ് ഫിനിഷ്. ഈ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്ത് തണുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് ലേറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കി അങ്ങോട്ട് എടുക്കും. പിന്നെ 2 സവാള ഞാൻ എപ്പോഴും മിക്കവാറും 2 3 ഒക്കെ ഫ്രിഡ്ജിൽ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഡപ്പിലിട്ട് വെക്കും. ഇത് ഞാൻ വെക്കാൻ പോകുന്നത് കഴിഞ്ഞ ലഞ്ച് ബോക്സിനകത്ത് ഞാൻ എഗ്ഗ് വെച്ചിട്ട് ഒരു തോരനും അല്ല, ഒരു നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കത്തില്ലേ അതുപോലത്തെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഇഷ്ടവും. എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ ഒരു കുഞ്ഞ് പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ കുഞ്ഞുള്ളി അല്ല കേട്ടോ, സവാള തന്നെ ചെറുതാക്കി ഇടുക. ഞാൻ സാധാരണ ചോപ്പറിലാണ്, ഇന്ന് എനിക്കതൊന്നും എടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഞാൻ എങ്ങോട്ടോ ഒന്ന് പോയി, എങ്ങോട്ടോ നല്ല പിള്ളേരെ എണീറ്റോ നോക്കി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലായി തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇനി അതിനകത്തേക്ക് ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. 3 ഉച്ചക്കലത്തേക്ക് കൊടുത്ത് വിടാനാണെങ്കിൽ ഞാൻ സാധാരണ 1 എടുക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ തട്ടി പൊട്ടിച്ചിടാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പും പെപ്പറും കൂടി ഇതിനകത്തിടാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുമല്ലോ, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്ന കണക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒത്തിരി ഇട്ടങ്ങ് ഉടയ്ക്കണ്ട. ആദ്യം ഇതുപോലെ ആക്കി എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേന് ഫുള്ള് ആ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റും ഇഷ്ടം. ചിലർക്ക് കുറച്ച് ലൂസായിരിക്കുന്ന ഇഷ്ടമാണെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് ഡ്രൈ ആവുന്ന കേട്ടോ. ഇനി കുറച്ച് തേങ്ങയും കൂടി തിരുവിയത് അതിനകത്തേക്കിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എടുക്കുക. തേങ്ങയൊന്നും മൂത്തൊന്നും വരണം കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒറിഗാനോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും മുട്ട ഉണ്ട്. ഒരു സ്പെഷ്യൽ സാധനം, തോരനല്ല, അതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അത് സെറ്റ് ചെയ്തു. ഇനി മോനുള്ള ദോശയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. എനിക്ക് എഗ്ഗുമാണ്. അപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ച് നേരെ പോകാം. ഈ എഗ്ഗിൻ്റെ സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മുടെ മാവ് അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ കുട്ടി ദോശ ചൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കില്ല, മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് നെയ്യ്, സാധാരണ നെയ്യൊക്കെ നല്ല ലൂസായിട്ടിരിക്കുന്നത്. ഇപ്പം മഴയും എന്താണെന്ന് എനിക്കറിയത്തില്ല, തണുപ്പടിച്ചാന്ന് തോന്നുന്നു, എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കുമായിരുന്നു. അത് ജസ്റ്റ് സ്പൂണിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആക്കിയിടും. കുഞ്ഞു ദോശകളെല്ലാവരും ചുട്ടെടുക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ. അപ്പം ഈ ഒരു സെറ്റ് മാത്രം മതി. പിന്നെ ഈ ചുടുന്ന ദോശ ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ 2 ദോശ. വേറെ ഞങ്ങൾക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, പിള്ളേർക്ക് 2 പേർക്കും വേണ്ടിയിട്ടാണ് ഈ നെയ് ദോശ. ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല മുരിങ്ങ ദോശയാണ് ഇഷ്ടം. ലഞ്ചെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇനി ഇത് പാക്ക് ചെയ്ത് പിള്ളേർക്കുള്ള ദോശയും നമ്മുടെ തോരനും ഒക്കെ സെറ്റ് ചെയ്തു. ഇനി പിള്ളേരെ വിളിച്ച് ഇതും കൊടുത്തു. നമുക്ക് റെഡിയായി പോവാട്ടോ. എനിക്കൊരു കോഫിയും കൂടെ ഞാൻ കേട്ടോ. കോഫി അപ്പോൾ ഒരു സമാധാനം കിട്ടും. കോഫി കൂടെ കുടിക്കുമ്പോഴത്തേന് ഒരാശ്വാസം. പെട്ടെന്നോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തു. പിള്ളേരിത് ബ്രഷ് ചെയ്യുന്നു. ഞാൻ കോഫി കുടിക്കുക. ഇപ്പം 8:15 ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാകും. യാശു പെട്ടെന്നാവട്ടെ, ഫുഡ് കഴിച്ചിട്ട് പോകാം. ചെല്ല് ബ്രഷ് മേടിച്ചു. എല്ലാം ഷർബിടേന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് കേട്ടോ ഇട്ടത്. അപ്പം മോനെ സ്കൂളിലാക്കിയിട്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ ഓക്കെ, ബാ.
പെട്ടെന്നായിരുന്നു കേട്ടോ സമയം പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിള്ളേരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഇന്നപ്പത്തേന് സമയം പോയി, കുറച്ച് കൂടിപ്പോയി. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് റെഡിയായിട്ട് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് റെഡിയായിട്ട് പോകുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു AC കൂട്ടിയിടേട്ടാ, കുറച്ച് AC കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ബാക്കിലാട്ടോ ഇരിക്കുന്നത്. ബാക്കിലിരിക്കുന്നത് വെച്ചാൽ എൻ്റെ മോൻ ഫ്രണ്ട് കയറിയിരുന്ന് അമ്മ ഞാൻ ഫ്രണ്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇരുന്നു, കുറച്ച് നേരമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറാൻ പോയില്ല. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ നല്ല ക്ലിയർ വ്യൂ കിട്ടും. മറ്റേതാകുമ്പോൾ ഏട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എടുത്ത് മാറ്റാൻ പറയും. അപ്പോൾ ഇത് അവിടെ ഇരുന്നു. നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 9:30 കണ്ടാണ് ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ക്യാപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കിയത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴത്തേന് അമ്മ ദോ പുറത്ത് നിന്ന് വിളക്കൊക്കെ തേച്ച് വെക്കുവാണ്. കാപ്പി കുടിച്ചാ? പിന്നെ നമ്മൾ പോയി വരുമ്പോഴത്തേന് അമ്മയുടെ അടുത്തൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പോവാം. പാല് കാച്ചുന്ന അമ്മയൊക്കെ വൈകിട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ചെന്നിട്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ പോകണം. എനിക്ക് വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ചെന്ന് കയറിയപ്പം അത്യാവശ്യത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ നേരം അവിടെ നിന്ന് ഫുഡൊക്കെ ആ സമയത്ത് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. നമുക്കും പോകണ്ടേ. അപ്പം എനിക്കങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ കൊച്ചു കയ്യിലിരിക്കുമായിരുന്നു. ഒരു സമാധാനത്തിൽ കഴിച്ചില്ല. പിന്നെ കുറച്ച് അകത്തൊക്കെ നിന്ന് കുറേ പേരുണ്ടായിരുന്നു. ആൾ വന്നും പോയിട്ട് നിൽക്കുമായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കുഞ്ഞിനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങും കേട്ടോ. ഇനി എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ എനിക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഏട്ടൻ ആവുന്നതും പറയുന്നുണ്ട് പോകണ്ടെന്ന്. പക്ഷെ ഞാൻ പോവും. ഞാനൊരു കാര്യം തീരുമാനിച്ചിറങ്ങി ഞാൻ പിന്നെ എനിക്ക് മാറ്റം ഭയങ്കര പാടാട്ടോ. അങ്ങനെ ഞാൻ കിളിമാനൂർ സ്റ്റാൻഡിൽ ഇറങ്ങി അകത്ത് പണി നടക്കുന്നതുകൊണ്ട് പുറത്ത് നിൽക്കുക കേട്ടോ. ഏട്ടൻ ഒരുപാട് നിർബന്ധിച്ച് പോകണ്ടെന്ന്. പക്ഷേ ഞാൻ പോയി. എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടോ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കങ്ങ് മാറ്റാൻ തോന്നുന്നില്ല. അപ്പോൾ കുറേ നേരം ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് കാണാം ഒരു ദൈവദൂതനെ കണക്കൊരു ബസ് വന്നത് സ്റ്റാൻഡിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് പുനലൂരായിരുന്നു. പക്ഷെ അതെന്തോ പണി എങ്ങാണ്ടായിരുന്നു. പിന്നെ ഒരു കോട്ടയം ഫാസ്റ്റ് വന്നപ്പോഴത്തേനും ഞാനത് കയറി. അവിടെ ഇരുന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ കോട്ടയം ഫാസ്റ്റിൽ എന്തിനാണ് ഞാൻ കയറുന്നത് പിന്നെ ഞാൻ ആലോചിച്ചു കേട്ടോ. എനിക്കിത് വേറെ ഇറങ്ങിയിട്ട് വീണ്ടും കയറി പോകണം. പുനലൂർ ബസ്സാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിനങ്ങ് പോകുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൊച്ചിനോട് ഉറങ്ങാനൊക്കെ പറഞ്ഞ് അതൊന്ന് ഉറങ്ങിയിട്ട് വീണ്ടും അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി കേട്ടോ. അപ്പം വീണ്ടും കയറി സത്യമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയം കൂടെ ആയതുകൊണ്ടല്ലോ ഒന്നും പറയാനില്ല. എന്തായാലും നേരെ ഓട്ടോയ്ക്ക് പിടിച്ച നേരെ വീട്ടിലെത്തി. ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വരുമെന്നോ ആർക്കും അറിയത്തുമില്ല. അറിയാൻ വേണ്ടി എന്തോ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതല്ലേ. അപ്പം നമ്മൾ എത്തിയട്ടോ. അപ്പോൾ ഞാനിവിടെ ഗേറ്റൊക്കെ തുറന്നപ്പോൾ ഇവിടെ ആരുമില്ല. അച്ഛനെയും കാണുന്നില്ല. സാധാരണ അച്ഛൻ പുറത്ത് കാണുന്നതാണ്, അച്ഛനുമില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു പെയ്യെ കയറി പോവാണ്. ഈ ഒരു സംഭവം തുറന്നിട്ടും സാധാരണ അമ്മ ഇറങ്ങി വരേണ്ടതാണ്. എനിക്ക് തോന്നി ഉറക്കമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിരിക്കും. വിചാരിച്ച പോലെ തന്നെ ക്രിക്കറ്റിനകത്ത് മുഴുകി ഇരിക്കുമായിരുന്നു. അപ്പോൾ ചെന്ന് ലൈറ്റ് ഇട്ടിട്ടാണ് സാർ അറിഞ്ഞത് എന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വന്ന ക്ഷീണത്തിൽ ആകെ ഈ വീട്ടിൽ ഒരു കുപ്പി വെള്ളം വെക്കും അച്ഛന് വേണ്ടി തണുത്തുള്ളൂ. അത് ഫുള്ള് ഞാനെടുത്ത് കമത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. തണുപ്പം കൊണ്ട് ഇരുന്നപ്പോൾ എന്തൊരാശ്വാസമായിരുന്നു. എൻ്റെ പൊന്നേ ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. അമ്മ ഒഴിച്ച് നാരങ്ങവെള്ളം വേണോ ഓറഞ്ച് ജ്യൂസ് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, കൈ വയ്യാണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇത് കൊച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ മിഠായി എപ്പോഴും സ്റ്റോക്കായിരിക്കേണ്ട എന്തെങ്കിലും കാണും. അപ്പോൾ അവൾ അമ്മയുടെ പുറകെ നിന്ന് അതുമൊക്കെ പറക്കി കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ജ്യൂസ് അടിക്കാനങ്ങാണ്ട് പോയി കൊച്ചിന്. പക്ഷെ കറണ്ട് ഇല്ലായിരുന്നു. ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇനി എണീക്കത്തുള്ളൂ. അമ്മയുടെ കൈ വയ്യ കേട്ടോ. കൈ കുറച്ച് നീരായതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഫാൻ വിടാൻ പറ്റുന്നില്ല, എന്തൊരു ചൂടും. അപ്പം ഇനി ഒന്ന് കടയിലേക്ക് പോയിട്ട് വരാം. ഭയങ്കര തലവേദന. ഒരു പാല് മേടിച്ചിട്ട് വരാം. എൻ്റെ പ്രോഡക്റ്റ് ഇതാ വരും. എന്തേ നിക്കോ? പാലും വാങ്ങി. പാല് കിടച്ചു ഇപ്പൊ എവിടെ പോയാലും മിക്കവാറും ഈ 2 രൂപയുടെ സാഷേറ്റ് ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവം കേട്ടോ. ഈ ടാറ്റയുടെ ഞാൻ മുന്നേ ഇതിന്റെ വലിയ പാക്കറ്റായിരുന്നു വാങ്ങിക്കുന്ന ബോട്ടിൽ. ഇപ്പൊ ഇവർ ഇറങ്ങിയതിൽ എനിക്ക് ഒരുപാട് താങ്ക്സ് ടു ടാറ്റ കമ്പനി കേട്ടോ. അങ്ങനെ ഇതേ പാലൊക്കെ ഇട്ട് ഞാൻ തന്നെ ഒരു കോഫി ഇട്ട് തലവേദന മാറും. പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു മൂളൊന്നും ഇല്ല കേട്ടോ. അവിടെ അമ്മൂസും മൂളും കൂടെ എന്തൊക്കെയോ കഴിക്കുന്നു, എടുക്കുന്നു, പറക്കുന്നു. അച്ഛൻ വന്ന് ചോറ് കഴിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. ആ സമയത്ത് അച്ഛനോട് വർത്താനം പറഞ്ഞിരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് കൊച്ചിനും അമ്മയ്ക്കൂടെ ചോറിട്ട് എനിക്ക് ചോറ് വേണ്ടായിരുന്നു. ചോറുണ്ട്, നല്ല ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തോരനും ചീനിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
പിന്നെ എന്തോ എനിക്കറിയത്തില്ല, കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചില്ല. കഴിച്ച് റെസ്റ്റ് എടുത്തൊരു ഒരു കുഞ്ഞു ലൈവിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഓട്ടോമാമനെ വിളിക്കാം കേട്ടോ. നമുക്കൊരു കുഞ്ഞു ലൈവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുഞ്ഞു ലൈവല്ല, ഒരു കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പം അത് ഞാൻ ഒഫീഷ്യലി ഞാൻ പേജിനകത്തായിട്ട് പറയാം. പിന്നെ വേറെന്താ, ഒന്നുമില്ല. ഇനി മോനെ അവിടെ ഏട്ടൻ പോയി വിളിച്ചിട്ട് വരും. ഞാനിനി ഇവിടുന്ന് ഞാനും മോളും ബസ്സിലാണ് വന്നത്. പെട്ടെന്ന് വന്നതാണ്, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് വന്നതാണല്ലോ. അപ്പോൾ ഇനി ഓട്ടോ വന്നിട്ടുണ്ട്, ഓട്ടോ ചേട്ടൻ ഇപ്പോൾ വരും. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. ഞാനോ അത്യാവശ്യം ലേറ്റായിട്ട് പോകാനാണ് വന്നത്. അതായത് ഒരു 5 മണിയൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പറഞ്ഞു നേരത്തെ പോകണ്ടേ, അപ്പം തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. ഒരു ക്ലോക്കൊക്കെ കൈ പിടിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോഴെങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അത് വർക്കാവുന്നില്ല കേട്ടോ. നമുക്ക് പോവാട്ടോ. ഈ മാമനാട്ടോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഓട്ടം വരുമ്പോൾ ഞാൻ വരുമ്പോൾ മിക്കവാറും വിളിക്കുന്നത് ഈ പുള്ളിനെ ആയിരിക്കണം. ഭയങ്കര കോമഡിയാണ്. പിന്നെ വേറെ ചേട്ടനുണ്ട്, ആടുന്നുണ്ട്. ആ അനിമകളെ വിളിക്കാറുണ്ട്. ഇന്ന് അനിമ കിട്ടിയില്ല വിളിച്ചിട്ട്. അപ്പോൾ എനിക്ക് പോകാൻ സമയമായതുകൊണ്ട് ഈ മാമൻ ഒരു വഴി പോയപ്പോഴത്തേനാണ് കണ്ട് പെട്ടെന്ന് ഞാൻ വിളിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് KSFTയിലായിരുന്നു വരേണ്ടത്. അമ്മയ്ക്ക് KSFTയിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നു. കുറച്ച് ടൈം ഇരിക്കേണ്ടി വന്നു. നമുക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്ടോ മാമൻ പോയൊന്നുമില്ല, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് എന്താ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ദേ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ വേറെ എന്തോ ചിട്ടിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ദേ അമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൊച്ചു അവിടെ ഇപ്പുണ്ടായിരുന്നു, ബാഗൊക്കെ പിടിച്ച്. എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങുക. ഈ സ്റ്റെയർ ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ രണ്ടിനെയും കൂടെ ഞാൻ പിടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി 2 പേര് നിന്നിട്ട് എൻ്റെ 2 കൈയിലും പിടിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് നേരെ അമ്മയ്ക്ക് വീട്ടിൽ എന്തോ സാധനം വന്നിരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി നേരെ അവിടുന്ന് വാങ്ങിയിട്ട് വന്നു കേട്ടോ. അവരോട് എടുത്ത് താഴെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഒരു 5 മിനിറ്റായിട്ട് അവരെ കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നേരെ മേളിൽ കയറി പോവാം. യാശുവിനെ അമ്മയുടെ വണ്ടിയിൽ എത്തിയിട്ടോ വന്നത്. ഇനി നേരെ ഈ സാധനം കൊടുത്ത് നമുക്ക് നേരെ തിരിച്ചു പോവാം. ആ ബൈക്കിന്റെ അങ്ങോട്ട് നിർത്തിയാൽ മതി മാമ, ഞാൻ ഇറങ്ങിക്കോളാം. ഭയങ്കര സന്തോഷം. ദൈവഭാഗ്യം പോലെ ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നിട്ട്. ഈ സൂപ്പർ ഫാസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, കാരണം അതുപോലെ തിരക്കായിരുന്നു. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ സിഗിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നല്ലോ, കിളിമാഴ്. അങ്ങനെ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ ഞാൻ എങ്ങനെയോ വന്നിറങ്ങി. ദൈവം ഉണ്ടെന്നൊക്കെ സത്യം ഈ ചില സമയത്തൊക്കെ എനിക്ക് വിശ്വാസമൊന്നും കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് എവിടെ ചെന്ന് ഇറങ്ങുമെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നതിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം നിർത്തി, എന്തായാലും അവിടെ നിർത്തി. പക്ഷേ ദൈവം ചില സമയത്ത് എന്നെ പരീക്ഷിച്ചു. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ചിനെയും കൊണ്ട് കുറച്ച് നടക്കും, പിന്നെ കുറച്ച് എടുക്കും, കുറച്ച് നടക്കും, എടുക്കും, അങ്ങനെയായിരുന്നു. സാരമില്ല. പിന്നെ അവിടുന്ന് വേറൊരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഇനി നമ്മുടെ അവിടുത്തെ ജംഗ്ഷനിൽ ചെന്നിറങ്ങി ഞാൻ കടയിൽ നിന്ന് കുറച്ച് സ്നാക്സും പാലും ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് പോകട്ടോ. ഇനി വീട്ടിൽ മോൻ ഇടുമ്പോണ്ടിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എൻ്റെ കൊച്ചിനെ വിളിക്കുന്നുണ്ട്, അമ്മ എവിടായെന്ന് അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. ജംബോ എന്താ ഞാൻ കുഴഞ്ഞ് ചത്തിരിക്കും കേട്ടോ. നല്ല യാത്രയായിരുന്നു. അപ്പം കുഴപ്പമില്ല. അപ്പം യാത്രയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണത്തിൽ വന്ന കേട്ടോ. ഇനിയൊന്ന് ഫ്രഷ് ആവണം, ഒരു കോഫി ഇട്ട് കുടിക്കണം, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് വയ്യ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ അല്ല, ആക്ച്വലി അത്യാവശ്യം വലിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ, അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം. അതാണ് എൻ്റെ സന്തോഷം. എപ്പോഴും പറയുന്ന പോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ വീഡിയോസ് കയറി കാണുക.
അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.